ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ സിസ്റ്റർ റൂബിനി CTC. ഈ ആഴ്ചയിലെ വത്തിക്കാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും സംഭവങ്ങളും കേൾക്കാം. ഞായറാഴ്ച ലയോ 14 പാപ്പ റോമിലെ കാസ്ട്രോ പ്രിറ്റോറിയോയിലെ തിരുഹൃദയ ബസിലിക്ക ദേവാലയം സന്ദർശിച്ചു. സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ സഭ കരുണയുടെ കോട്ടയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുവിശേഷത്തിന്റെ പുളിമാവ് പോലെ സമൂഹത്തിൽ ഇടകലരുക എന്നായിരുന്നു ആഹ്വാനം. തെർമിനി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന പ്രദേശമായ കാസ്ട്രോ പ്രിറ്റോറിയയിൽ അഭയാർത്ഥികളും രോഗികളും ജീവിതഭാരത്തിൽ മുറിവേറ്റവരുമൊത്ത് തിരക്ക് പിടിച്ച് ട്രെയിനുകളിലേക്ക് ഓടുന്നവരും ഒപ്പമുണ്ടെന്ന വിരോധാഭാസം ചൂണ്ടിക്കാട്ടിയാണ് പാപ്പയുടെ പ്രസംഗം. ചില കാതങ്ങൾക്കിടയിൽ തന്നെ നമ്മുടെ കാലത്തിന്റെ വിരോധാഭാസങ്ങളെ സ്പർശിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ ദിവസം തന്നെ ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം യുക്രൈൻ യുദ്ധത്തിന്റെ 4ാം വാർഷികം അനുസ്മരിച്ച പാപ്പ ഉടൻ വെടിനിർത്തലിനും സമാധാന സംഭാഷണത്തിനും ആഹ്വാനം ചെയ്തു. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ആദ്യമായി പൊതുപ്രദർശനത്തിന്. ഇറ്റലിയുടെ മധ്യസ്ഥനും ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനുമായ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ആദ്യമായി പൊതുവേദിയിൽ പ്രദർശനത്തിന് വച്ചു. ഇത് അദ്ദേഹത്തിന്റെ 800ാം ചരമവാർഷികം ആചരിക്കുന്നതിന്റെ ഭാഗമാണ്. ഭൗതിക അവശിഷ്ടങ്ങൾ അസിസിയിലെ സെന്റ് ഫ്രാൻസിസ് ബസിലിക്കയുടെ ക്രിപ്റ്റിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം പുറത്തെടുക്കപ്പെട്ടു. 1226 മരണത്തിനു ശേഷം മോഷണത്തിൽ നിന്ന് തടയാൻ ബസിലിക്കയുടെ കീഴിൽ മറച്ചുവെച്ച ഭൗതിക അവശിഷ്ടങ്ങൾ 1818 കണ്ടെത്തുകയും 1978 പരിമിതികളോടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാരംഭിച്ച പ്രദർശനം 2026 മാർച്ച് 22 വരെ തുടരും. യുദ്ധം മുഴുവൻ മനുഷ്യ കുടുംബത്തിനും ഏൽക്കുന്ന ഒരു മുറിവാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. മരണവും നാശനഷ്ടങ്ങളും തലമുറകളെ ബാധിക്കുന്ന വേദനയുടെ പാതയും അവശേഷിപ്പിക്കുന്നതാണ് യുദ്ധമെന്ന് ലയോ പാപ്പ പറഞ്ഞു. സമാധാനം പിന്നോട്ട് മാറ്റാനാവില്ല. അത് നമ്മുടെ ഹൃദയങ്ങളിൽ വേരൂന്നി ഉത്തരവാദിത്വപരമായ തീരുമാനങ്ങളായി മാറേണ്ട അടിയന്തര ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. ലോകം മുഴുവൻ കാണുന്ന യുദ്ധത്തിൽ അനവധി ജീവനുകൾ നഷ്ടപ്പെട്ടതും കുടുംബങ്ങൾ തകരുന്നതും യുദ്ധം മൂലമുണ്ടാകുന്ന വൻ നാശനഷ്ടങ്ങളും സഹിക്കാനാവാത്ത ദുരിതങ്ങളാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഞായറാഴ്ച വത്തിക്കാനിൽ റോമൻ കൂരിയയ്ക്കൊപ്പം ലയോ പാപ്പ നോമ്പുകാല ധ്യാനം ആരംഭിച്ചു. നോർവേയിലെ ഡ്രോങ്ഹെമിലെ സിസ്റ്റേഷ്യൻസ് ബിഷപ്പ് എറിക് വാർഡനാണ് പാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം ആത്മീയ ധ്യാനത്തിന് നേതൃത്വം നടത്തിയത്. ഫെബ്രുവരി 22 മുതൽ 27 വരെ അപ്പോസ്തലിക് കൊട്ടാരത്തിലെ പൗളിൻ ചാപ്പലിലാണ് ധ്യാനം നടന്നത്. നോമ്പുകാലം ആത്മീയ നവീകരണത്തിന്റെ സമയമാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. പാപ്പയുടെ വരാനിരിക്കുന്ന അപ്പോസ്തലിക സന്ദർശനങ്ങൾ വത്തിക്കാൻ പ്രഖ്യാപിച്ചു. മാർച്ച് 28 മോണക്കോയും ഏപ്രിൽ 13 മുതൽ 23 വരെ ആഫ്രിക്കൻ രാജ്യങ്ങളായ അൾജീരിയ, കാമറൂൺ, അംഗോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നിവയും സന്ദർശിക്കും. ജൂൺ 6 മുതൽ 12 വരെ സ്പെയിനും കാനറി ദ്വീപുകളും പാപ്പ സന്ദർശിക്കും. സന്ദർശന മധ്യേ ബാർസലോണയിലെ സാഗ്രദ ഫാമിലിയുടെ പുതിയ ഗോപുരം പാപ്പ ഉദ്ഘാടനം ചെയ്യും. ആന്റണി ഗൗദി എന്ന പ്രശസ്തനായ ശില്പിയുടെ നിര്യാണത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഗൗദിയെ കഴിഞ്ഞ വർഷം ധന്യനും ദൈവദാസനുമായി പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈനിലെ ജനങ്ങൾക്ക് സഹായവുമായി വത്തിക്കാൻ 1 മില്യൺ യൂറോ വില വരുന്ന ഔഷധങ്ങളും 1000-ലധികം വൈദ്യുത ഹീറ്ററുകളും പാപ്പ അയച്ചു. കടുത്ത ശീതകാലത്ത് ചൂടില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. യുക്രൈനിലേക്ക് അയച്ച സഹായങ്ങൾ ബോംബാക്രമണം നേരിട്ട പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ വിതരണം ചെയ്യുന്നതായി വത്തിക്കാൻ സ്ഥിരീകരിച്ചു. സമാധാനത്തിനായി ലോകം ഒന്നിക്കണമെന്ന് പാപ്പ വീണ്ടും ആവശ്യപ്പെട്ടു. 1 ദശലക്ഷം യൂറോ വിലമതിക്കുന്ന മരുന്നുകൾ പാപ്പ നൽകി. യുക്രൈനിലെ സാഹചര്യം മാനവീയ ദുരന്തമെന്നാണ് പാപ്പ വിശേഷിപ്പിച്ചത്. ന്യൂസ് വീക്കിന്റെ 2026 റാങ്കിങ്ങിൽ കുട്ടികൾക്കായുള്ള വത്തിക്കാന്റെ ആശുപത്രി ബംബിനോ ജെസു യൂറോപ്പിൽ 1ാമതും ലോകത്തിലെ 6ാമതും സ്ഥാനം നേടി. അപൂർവ രോഗചികിത്സയിലും ശസ്ത്രക്രിയയിലും ഈ ആശുപത്രി മുൻപന്തിയിലാണ്. ഇറ്റാലിയൻ ആരോഗ്യ സംവിധാനത്തിനകത്ത് ശിശുരോഗങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയാണ് ബംബിനോ ജെസു. പരിശീലനത്തിനും ക്ലിനിക്കൽ ശാസ്ത്രീയ ഗവേഷണത്തിലും അക്കാദമിക് മെഡിക്കൽ സെന്ററായി JC അംഗീകാരം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ആശുപത്രി സ്വന്തമാക്കിയിട്ടുണ്ട്. കുട്ടികളെ ചികിത്സയ്ക്കായി വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കുടുംബങ്ങൾക്കും പരിശുദ്ധ സിംഹാസനത്തിനും ഇറ്റാലിയൻ ദേശീയ ആരോഗ്യ സേവനത്തിനും വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഉപകാരികളായ പങ്കാളികൾക്കും ആശുപത്രി നന്ദി രേഖപ്പെടുത്തി. ഇവയാണ് ഈ ആഴ്ചത്തെ വത്തിക്കാനിലെ പ്രധാന വാർത്തകൾ. അടുത്തയാഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.